കാപ്പി കുടിക്കാൻ ഈ മുറിയിൽ വന്നിരിക്കുന്ന എന്തിനാ? സാധാരണ ഞാൻ ഡൈനിങ് ഹാളിൽ പോയിരുന്ന് കഴിക്കാറില്ല. മാത്രമല്ല, ബോറടിച്ചാൽ ഇവിടെ ഈ മുറിയിൽ വന്ന് ഏകനായിരിക്കും. കാപ്പി പറഞ്ഞു. എനിക്ക് വേഗം പോണം. തിരക്ക് കൂട്ടാതെ ഞാൻ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ. കൂടുതൽ സന്തോഷം വരുമ്പോൾ ഞാൻ അല്പം മദ്യപിക്കും. നിനക്ക് വിഷമം തോന്നരുത്. കഴിക്കൂ. വിവാഹത്തിന് മുമ്പ് ഇതൊന്നും വേണ്ട. വിവാഹം കഴിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മൾ തന്നെയല്ലേ? നീ വെള്ളം കൊണ്ടുവന്ന് പറഞ്ഞ് ഞാൻ അവിടെ കാത്തിരിക്കുന്നു. നീ ഇവിടെ ഒന്ന് സൂഹിക്കുന്നു. എന്താണ് നിനക്ക്? എനിക്ക് വയ്യമ്മേ. ഇവക്ക് പേറ്റുനോവ് തുടങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ പോയി ഡാക്ടറെ വിളിച്ചോണ്ടരാ. വേണ്ട വേണ്ട വേണ്ട, ഡാക്ടറെ ഒന്നും വിളിക്കണ്ട. നീ പോയി പതിച്ചീനെ വിളിച്ചോണ്ട് വാ. ഞാൻ എന്റെ 3 മക്കളെ പ്രസവിച്ചതേ ഡാക്ടർ വന്നിട്ടോ പട്ടുപറ്റേ കിടന്നിട്ടോ ഒന്നുമല്ല. ശരി. ഇതാ ഒരു കത്തുണ്ട്. ആരുടെ കത്താണ്? വീട്ടിൽ നിന്ന്. എന്താ വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല.
ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല. എന്താണ് ആലോചിക്കുന്നത്? ഒന്നുമില്ല. വരൂ. അവിടെ നില്ലേ? നീ എന്താ നമ്മളൊരുമാരെ മൈൻഡ് ചെയ്യാതെ പോന്ന്? ചായ ആർക്കാ? ചായ സാറിനുള്ളതാ. ഞാൻ പിന്നെ സാറില്ലേ? സാറിന് വരെ വേണ്ട കൂടി. നീ പോ. എടാ, ഇന്ന് നേരം വിളിച്ച പിന്നെ എത്രാമത്തെ ചായയായി കുടിക്കുന്നത്? അതെങ്ങനെയാ? മനുഷ്യനൊരു സ്ഥലത്തിരുത്തണ്ടേ? എവിടെ പോയാലും ചായ കുടിക്ക് കുടിക്ക് എന്നും പറഞ്ഞ് പിന്നാലെ നടക്കുകയല്ലേ? കുടിച്ചില്ലെങ്കിൽ നിന്റെ അന്തസ്സിന് കുറവല്ലേ എന്ന് വിചാരിച്ച് കുടിച്ചു പോകുന്നതാ. അത്ര കഷ്ടപ്പെട്ട് നീ എന്റെ അന്തസ് വർദ്ധിപ്പിക്കണ്ട. ഇതോടെ നിർത്ത്. അതിപ്പോ എങ്ങനെയാ? കുടിച്ച് ശീലിച്ചു പോയതല്ലേ? അല്ലെങ്കിൽ നീ എനിക്കൊരു ജോലി സംഘടിപ്പിച്ചു. നോക്കട്ടെ. നോക്കൂ, ഇന്ന് കുറച്ച് നേരത്തെ വരുമോ? നമുക്കിന്ന് ഷോപ്പിങ്ങിന് പോകണം. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? എനിക്ക് എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്കൊന്ന് പോകണം. വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും ഞാൻ എന്റെ അമ്മാവിയമ്മയെ കണ്ടിട്ടില്ലല്ലോ. എനിക്കൊന്ന് കാണണം. അവരുടെ കൂടെ കുറച്ച് ദിവസം താമസിക്കണം. ഗീതേ, നീ എന്താ ഈ പറയുന്നത്? സാധാരണ ഒരു ഭാര്യയ്ക്ക് തോന്നുന്ന ആഗ്രഹം മാത്രം. നീ നല്ലവണ്ണം ആലോചിച്ചിട്ടാണോ പറയുന്നത്? വളരെ മുമ്പേ ആലോചിച്ചതാണ്. ഇന്നലെ വന്ന കത്ത് വായിക്കുകയോട് ചെയ്തപ്പോ ഇനി താമസിപ്പിക്കേണ്ടാൻ തീരുമാനിച്ചു. നമുക്ക് നാളെ തന്നെ പുറപ്പെടാം. അമ്മാവൻ സമ്മതിക്കില്ല. അച്ഛനോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചു. ഇപ്പോൾ ചേട്ടത്തി ഒറ്റയ്ക്കല്ലേ എല്ലാം സഹിക്കുന്നത്. ഞാൻ കൂടി ചെന്നാൽ അവർക്കൊരു സഹായമാകും. ഇങ്ങോട്ട് നോക്കി. രാജിന്റെ അമ്മയെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കേട്ടുകേൾവി അനുസരിച്ച് അങ്ങോട്ട് പോകാതിരിക്കുകയാണ് ഭേദം. സാരമില്ല, എത്രയായാലും എന്റെ ഭർത്താവിന്റെ അമ്മയല്ലേ. അങ്ങനെയാണെങ്കിൽ ഒട്ടും താമസിക്കണ്ട, ഇപ്പൊ തന്നെ പോകുന്നതാണ് നല്ലത്. ഒരു ധൈര്യത്തിന് വേണമെങ്കിൽ ഞാനും കൂടെ വരാം. നിൽക്കൂ നിൽക്കൂ, ഒരു നിമിഷം. നോക്ക്, ഇതാണ് രമ, എന്റെ ഒരേ ഒരു അനിയത്തി. ഇത് ഗീത, നിന്റെ ചേട്ടത്തിനാണ് കേട്ട. അതാണ് രാമു, എന്റെ സ്നേഹിതൻ. ഒരു പണിയില്ല. ഇതാണ് ചേട്ടത്തി. വരൂ, വലതുകാലി വെച്ച് കയറും. നിൽക്കണേ. അമ്മ ക്ഷോഭിക്കരുത്, ബ്ലഡ് പ്രഷർ കൂടും. തെറ്റായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം. നിങ്ങളാണ് അപ്പുക്കുട്ടനല്ലേ? അതെ, ഞാൻ തന്നെയാ.
ആ കാറിനകത്ത് ഞങ്ങളുടെ പെട്ടിയും കിടക്കയും എല്ലാം ഉണ്ട്. അകത്തേക്ക് എടുത്തു വെക്കും. ഹലോ ഹലോ ബോയ്, വരൂ വരൂ, അടുത്തേക്ക് വരൂ. ആ കാറിനകത്ത് പെട്ടിയും കിടക്കയിലുണ്ട്, പോയി എടുത്തു വരൂ. ഏതായാലും തുടക്കം ഗംഭീരമായിട്ടുണ്ട്. ചേച്ചി, മോളെവിടെ? ഉറങ്ങുക. ചേട്ടത്തി പേടിക്കണ്ട, ഇവളൊന്ന് കരുതി പോന്നിരിക്കുക. ഈ അഹങ്കാരി പെണ്ണിനെ വിളിച്ചുകൊണ്ട് ഈ നിമിഷം വീട്ടിൽ നിറയിക്കണം. എന്റെ ഭാര്യയെ ഇങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ട് കൊണ്ടുവരാനമ്മേ? സാരമില്ല, നമ്മൾ ഇത്രയും നാൾ ഇങ്ങോട്ട് വരാതിരുന്നതിന്റെ ദേഷ്യമാണ് അമ്മയ്ക്ക്, അല്ലേ അമ്മേ? രാജേട്ടൻ ചായ വേണ്ടേ? അമ്മേ, അടുക്കള എവിടെയാ? ഒറ്റ സാധനത്തിനകത്ത് കയറ്റി പോരുത്, കൊണ്ടുപോകാൻ വെളിയിൽ. തന്റെ ബോസാ പറയുന്നത് അകത്തേക്കെടുത്ത് വെക്കാൻ. രാപ്പുകുട്ട, ഞാനാ പറയുന്നത് ഈ പെട്ടിയൊക്കെ വെളിയിൽ കൊണ്ടുപോ. ഞാനാ പറയുന്നത് എല്ലാം അകത്തേക്കെടുത്ത് വെക്കാൻ. രാപ്പുകുട്ട, ഈ ഭാർഗവ്യം വന്നിട്ട് ഭാർഗവ്യമ്മ പറയുന്നത് കൊണ്ടുപോകാൻ വെളിയിൽ. അപ്പൂട്ടാ, ഭാർഗവി മന്ദിരത്തിലെ ഭാർഗവി അമ്മയുടെ മകന്റെ പ്രൈവറ്റ് സെക്രട്ടറി പറയുന്നത് എല്ലാം അകത്തേക്കെടുത്ത് വെക്കാൻ. ഒരു കാര്യം ചെയ്ത് ഇതൊന്നു പിടി, സൂക്ഷിച്ചു പിടി, പൊട്ടണ സാധനം കൊണ്ട് താഴ്ത്തിട്ടരുത്. ഒരു ഉപകാരം ചെയ്യാമോ? നിങ്ങൾ എല്ലാവരും കൂടി എന്നെ വട്ടം മുറിക്കുക, എന്നിട്ട് തലയകത്തും വെക്കുക, കട പുറത്തും വെക്കുക. അപ്പൊ ഇനി ജീവനോടെ പോകാമല്ലോ. മനുഷ്യന് കരയ്ക്കും പോയോ വെള്ളത്തിലും പോയോ ആത്മഹത്യ ചെയ്യും ഞാൻ. എന്താ ഇവിടെ ഒരു ബഹളം? ഇവരിത് അകത്തേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. അമ്മ തമാശ പറയുന്നല്ലേ? അപ്പുകുട്ടാ, അതിങ്ങ അകത്തേക്ക് കൊണ്ടുപോവാ. സ്വന്തം മാന് പിറന്ന വീട്ടിൽ അവകാശമില്ല നേരെങ്കിലും അമ്മമാര് പറയുവോ? പതുക്കെ 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 പിടിയില്ലേ? നല്ല മിടുക്കിയല്ലേ? എനിക്ക് പേടിയാവുന്നു. മോളെ എണീറ്റോ? മോളെ രമേ, മോളെ ഒന്ന് പിടിക്കേ, ഞാൻ ചായ എടുക്കട്ടെ. വേണ്ട, ഞാൻ എടുക്കാം. മോളെ രമ എടുത്തിരിക്കുന്ന കണ്ടാൽ അമ്മ അവളെ തല്ലും. ചേട്ടന്റെ കുഞ്ഞിനെ എടുത്തിട്ടല്ലേ? സാരമില്ല, മോളെ ഇതാ പിടിക്ക. പിടിക്ക്. എന്റെ ആയുസിൽ ഇങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വെച്ച് സത്യം പറയാനുണ്ടല്ലോ, അതെ എന്റെ ഈ പെരുവരല് തൊട്ട് തലമുട്ടി വരെ ഒരു തരിപ്പങ്ങോട്ട് കയറിയിട്ടേ പിന്നെ ഞാൻ ഈ ഭാർഗവീയ മന്ദിരത്തിലെ ഭാർഗവമ്മയുടെ അന്തസ്സിനെ ആലോചിച്ചൊന്നും പറഞ്ഞില്ല. ദേ എനിക്ക് ചൊറിച്ചിന് വരണ്ടിട്ടാ, ഞാൻ വല്ല പറഞ്ഞാലുണ്ടല്ലോ എന്താ. ചായ അമ്മയുടെ പാകമൊന്നും എനിക്കറിയില്ല. പഞ്ചസാര കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഹാർട്ടിന് അസുഖമുണ്ടെന്ന് രാജേട്ടൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അമ്മ കപ്പും സോസും ധാരാളം വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. രമേ, 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 ഇവിടെ ഒന്ന് തുടയ്ക്കും. എനിക്കൊന്ന് കുളിക്കണം. മോളെ ഇങ്ങ് തന്നേക്കും. മോളെ